കഴിഞ്ഞ 10 വർഷം കൊണ്ടേ ഈ ടൗണുകളിലുള്ള റെസ്റ്റോറൻറ്റുകൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ കാലത്താണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരുന്നാൽ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരും. അയാളുടെ വായിൽ തോന്നുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഹോട്ടലിന്റെ ഫുഡുകളെ കുറിച്ച് പറയും. നമ്മൾ അതിനകത്ത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യും. അയാൾ നേരെ പോയിട്ട് കിച്ചണിൽ പോകും, അത് പോയിട്ട് പറയും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടും. അങ്ങനെ ചെയ്തിരുന്നത്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴോ നമ്മൾ മെനു നോക്കിയിട്ട് പറയും, അവരുടെ കയ്യിൽ ചെറിയൊരു നോട്ട് പാഡ് ഉണ്ടാവും, അതിനകത്ത് അവരത് എഴുതി വെക്കും. എന്നിട്ട് പോയി കിച്ചണിൽ പോയിട്ട് പറയും, എന്നിട്ട് ഓർഡർ എടുത്തിട്ട് വരികയും ചെയ്യും. ഇപ്പോഴത്തെ സിസ്റ്റം എന്താ? ഇപ്പോഴാണെങ്കിൽ നമുക്ക് മെനു നോക്കാം, ഇമ്മീഡിയറ്റ് അവരുടെ കയ്യിൽ ഒരു ടാബ് ഉണ്ടാവും, ആ ടാബിൽ അവർ ഓർഡർ പ്ലേസ് ചെയ്യും. ആ സെക്കൻഡിൽ തന്നെ അത് നേരെ കിച്ചണിൽ എത്തുന്നുണ്ടാവും, കിച്ചണിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഹൈ സ്പീഡിൽ ഹൈ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഫുഡ് അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇതേപോലെ നിങ്ങളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ കൃത്യമായിട്ട് ചില സിസ്റ്റംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എഫിഷ്യൻ്റ് ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത് ലീഡ് ക്യാപ്ചർ ആൻഡ് ഫോളോ അപ്പ് സിസ്റ്റം ആണ്. നമുക്ക് ലീഡുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരും, ഇല്ലേ? അതിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നായിരിക്കും, ചിലപ്പോൾ യൂട്യൂബിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ഫേസ്ബുക്കിൽ നിന്നായിരിക്കും, ചിലപ്പോൾ പല ആഡുകൾ ചെയ്യുന്നതായിരിക്കും, ഗൂഗിൾ ആഡ്സ് ആയിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന കുറേ ലീഡുകളായിരിക്കും. ഈ ലീഡുകളൊക്കെ മാനേജ് ചെയ്യാനൊരു സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ടോ? ചില ആളുകൾ ഇത് മാനേജ് ചെയ്യുന്നത് എക്സൽ ഉപയോഗിച്ചിട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ ഫോം ഉപയോഗിച്ചിട്ടായിരിക്കും. ഇതൊന്നും അല്ലാതെ തന്നെ ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ് ടൂളുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ പ്രിവ്യർ ആയിക്കോട്ടെ, സെയിൽസ് വേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ പല ടൂളുകളും ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ്? ഒറ്റ ലീഡുകൾ നമുക്ക് വേസ്റ്റ് ആയി പോകില്ല, കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, കൃത്യമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യാനും പറ്റും. രണ്ടാമത് പേയ്മെന്റ് ആൻഡ് ഇൻവോയ്സ് സിസ്റ്റമാണ്. നമുക്ക് പേയ്മെന്റ് കിട്ടാറുണ്ട്, ആ സമയത്ത് മുഴുവൻ നമ്മളിങ്ങനെ ഓരോരുത്തരും വിളിച്ച് പേയ്മെന്റ് ആയോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര ബാലൻസ് കിട്ടാറുണ്ട് സാർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതൊന്നും വേണ്ടല്ലോ. ഇൻസ്റ്റാമോജോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ റേസർ പേ, കുറേ ടൂളുകൾ അതിനും അവൈലബിൾ ആണ്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ കറക്റ്റ് സമയങ്ങളിൽ ഫോളോ അപ്പ് ചെയ്യാൻ, അവരെ ഫോളോ അപ്പ് ചെയ്യാൻ, നമുക്ക് ഇൻഫർമേഷൻ കിട്ടാനും അത് പറ്റുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടാസ്ക് ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു കമ്പനിയിൽ കുറെ ആളുകൾ കൂടിയിട്ട് ഒരുമിച്ചൊരു വർക്ക് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ ആ സമയത്ത് ചില ആളുകൾ വർക്ക് ചെയ്യാണ്ട് മുങ്ങി പോകുന്ന ആൾക്കാരുണ്ടാവും. അവരെ തിരിച്ചു പിടിക്കാൻ എന്താ വഴി? എപ്പോഴും ഇവരുടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് എന്തായി വർക്ക് ചെയ്തോ ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പ്രൊജക്ട് ടൂളുകൾ ഉണ്ട് കൃത്യമായിട്ട്. അതിന് ഉദാഹരണമാണ് ട്രെല്ലോ അല്ലെങ്കിൽ ക്ലിക്ക് അപ്പ് എന്ന് പറയുന്ന ടൂളൊക്കെയാണ്. അതിനകത്ത് ഒരു ബോർഡിൽ തന്നെ ഇവരെ വർക്കുകൾ മുഴുവനും വരും. കൃത്യമായിട്ട് അവർ ചെയ്തതിനനുസരിച്ച് അവർ ടിക്ക് ചെയ്ത് പോവുകയും ചെയ്യും. നമുക്ക് ഒറ്റ നോട്ടിൽ അറിയാൻ വേണ്ടി പറ്റും ആരൊക്കെ എന്തൊക്കെ വർക്കുകൾ ഓരോ ദിവസവും ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾക്ക് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഐഡിയ ഉണ്ട്, പക്ഷെ പലപ്പോഴും ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോളജ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് ഒരുപാട് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണം, ഇതിന് മുന്നോട്ട് കൊണ്ടുപോകണം, സ്കെയിലബിൾ ആക്കണം, സിസ്റ്റം കൊണ്ടുവരണം, മാർക്കറ്റിംഗ് ചെയ്യണം, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴ്ത്തുക, വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിനകത്തേക്ക് ഒന്ന് മെസ്സേജ് ഇടുക. നമുക്ക് സംസാരിക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും.